ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡ് റോഡ് ട്രിപ്പിലെ ഒരു സെക്കൻഡ് ഡേ, സ്കോട്ടിഷ് ഹൈലൻഡ്സ് കയറിയ പിന്നുള്ള ഒരു സെക്കൻഡ് ഡേയുടെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഗ്ലെൻകോയിലെ സെക്കൻഡ് ഡേയുടെ ഫുൾ ഐറ്റിനറി ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് നൈറ്റ് ടെൻ്റ് അടിച്ചത് സ്കൈഫോൾ ആ ഒരു ലൊക്കേഷൻ്റെ ഒരു സൈഡിലായിട്ടായിരുന്നു നമ്മുടെ ടെൻ്റ്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ടെൻ്റ് അടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റോഡ് ട്രിപ്പ് ബെൻ നെവിസ് എന്ന് പറഞ്ഞിട്ട് UK-ലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ഒരു ഹൈക്ക് നമ്മൾ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഡേ ഈ ബി വൈറ്റ് ഹൗസ് ഗ്ലെൻകോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കുറച്ച് മഴയും കോടമഞ്ഞും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലുള്ളപ്പം വീണ്ടും അതേ സ്ഥലത്ത് തന്നെ നമ്മൾ പോയി. സ്കോട്ട്ലൻഡ് ഫസ്റ്റ് ഡേയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സ്ഥലം കുറച്ച് കോടമഞ്ഞ് മഴയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നത്. ഇത് കുറച്ചും കൂടെ വെയിലൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ലുക്കാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ലവ് സ്കൈയിലേക്കുള്ള ട്രാവലിംഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് അഗെയിൻ ടു ദിസ് ബ്യൂട്ടിഫുൾ വ്ളോഗ് ഓഫ് സ്കോട്ട്ലൻഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കടന്നുപോയ ലൊക്കേഷനിൽ കൂടെ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്നു പോയായിരുന്നു. അപ്പോൾ പല വീഡിയോസിലും സെയിം ലൊക്കേഷനുകൾ കാണുന്നുണ്ടാകും. പക്ഷേ പല വെതറിലുള്ളതാണ്. ചിലയിടത്ത് മഴയാണെങ്കിലും ചിലയിടത്ത് വെയിലൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ സ്ഥലം കാണുമ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി കൊണ്ട് വീണ്ടും വീണ്ടും വീഡിയോ എടുക്കണമെന്ന് അറിയാണ്ട് തോന്നിപ്പോകും. അപ്പം നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന ഈ ബെൻ നെവിസ് എന്ന് പറഞ്ഞ ഹൈക്ക് UK-ലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഹൈക്കാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഹൈക്കാണ് നമുക്ക് കയറുന്നതിന് മുമ്പേ അറിയായിരുന്നു. പക്ഷെ കയറി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ ബെൻ നെവിസ് എന്ന് പറഞ്ഞ ഗ്ലെൻകോയിലെ ഹൈക്കിംഗ് സ്പോട്ട് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഹൈറ്റാണ്. ഇന്ന് പക്ഷേ ഇവിടെ കുറേ പേരുണ്ട്. നമ്മൾ സാധാരണ എവിടെയെങ്കിലും ഹൈക്ക് ചെയ്യുമ്പോൾ അവിടെ ആരെയും കാണാറില്ല. ഇറ്റ്സ് ബിസി ടുഡേ. നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു വെതർ ഒന്ന് നോക്കി വെച്ചോട്ടോ. നല്ല ക്ലിയർ സ്കൈ, വേനൽക്കാലമുള്ളൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന പോലെ ആ മേളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മഞ്ഞിനകത്ത് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്താട്ടോ നമ്മൾ എത്തിപ്പെടുന്നത്. UK-ൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൂടെ ചെയ്തൊരു ഹൈക്കെന്ന് വേണമെങ്കിൽ നമുക്ക് ബെൻ നെവിസ് പറയാം കേട്ടോ. കാരണം സാധാരണ ഞാൻ ഹൈക്കിന് അല്ലെങ്കിൽ വോക്കിന് പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഇത്രയും ഗ്രൂപ്പായിട്ട് ആൾക്കാരെ കാണാറുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിയറപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ഹൈക്ക്. ഇത്തിരി ക്ലൗഡി ആയിട്ട് മഴയൊക്കെ പെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. ഒരു മേഘത്തിൻ്റെ അകത്താണ് പല മേഘത്തിൻ്റെ ഇടയ്ക്ക് മാറി മാറി ഇറ്റ്സ് ടു ടയറിങ്. മോളെ ഈ ഒരു ഹൈക്കിനായിട്ട് വരുമ്പം അത്യാവശ്യം ലെയേഴ്സൊക്കെ പാക്കപ്പ് ചെയ്ത് തരണം കേട്ടോ. ഒരു ജാക്കറ്റ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റിയ സാധനങ്ങൾ. കാരണം നമ്മളിതിൻ്റെ ബേസിൽ നിന്ന് തുടങ്ങിയപ്പോൾ കണ്ടായിരുന്നു നല്ലൊരു വേനൽക്കാലം ഉള്ളൊരു സ്ഥലത്ത് നിന്ന് കയറുന്ന പോലെ മുകളിലെത്തുമ്പോഴേക്കും മുഴുവൻ മഞ്ഞ് മൂടി കിടക്കും. അപ്പോൾ അത്രയും ലെയേഴ്സ് ആയിട്ട് വേണം വരാനായിട്ട്. ഇത് മൗണ്ടൈൻ്റെ ഒരു സൈഡ് ഭാഗം കേട്ടോ. ഫുള്ള് സ്നോ. ഈ സ്നോയുടെ അപ്പുറത്തേക്ക് വലിയ കറുത്ത. That's it.
അങ്ങനെ ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഒരു 7-8 മണിക്കൂർ വരുന്ന ഹൈക്കായിരുന്നു കേട്ടോ ഇത്. ഇപ്പം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്, മലയുടെ അടിവാരത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ബെന്നവീസിന്റെ ഹൈക്കിന്റെ പരിപാടി കഴിഞ്ഞ് ഐൽ ഓഫ് സ്കൈയിലേക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഐൽ ഓഫ് സ്കൈയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഫെറി പിടിച്ചു പോകാം, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് പോകാം. ഫെറി പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ടൈം കുറച്ചും കൂടെ നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഫുള്ള് ഡ്രൈവ് ചെയ്തായിരുന്നു പോയത്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലം കണക്ട് ചെയ്യുന്നുണ്ട് ഈ സ്കോട്ടിഷ് ഹൈലൻഡും ഐൽ ഓഫ് സ്കൈയും തമ്മിൽ. അപ്പൊ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം വരും നമ്മുടെ ഡ്രൈവ്. സ്കോട്ടിഷ് ഹൈലൻഡ് റോഡ് ട്രിപ്പ് തുടങ്ങിയപ്പോൾ ഏകദേശം ഗ്ലെൻകോ അടുത്തെത്താറാവുമ്പോൾ തൊട്ടുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിക് ഡ്രൈവ് ആട്ടോ. അപ്പം എല്ലാം സ്കോട്ട്ലൻഡ് മുഴുവൻ നല്ല ഡ്രൈവായിരുന്നു. എന്നാലും നമ്മൾ ഇവിടുന്ന് ഗ്ലെൻകോയിൽ നിന്ന് തിരിച്ച് ഐൽ ഓഫ് സ്കൈയിലേക്ക് പോയപ്പോൾ ഉള്ള ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഡ്രൈവായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും സൺസെറ്റ് ഒക്കെ ആകാൻ ടൈം ആയിരുന്നു. നമ്മൾ സ്കോട്ട്ലൻഡ് പോയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ഓഫ് ദ ഇയർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം നമുക്ക് ഏകദേശം ഒരു 10:30 വരെയൊക്കെ സൺലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം സൺസെറ്റിന്റെ ടൈമിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭംഗി കുറച്ച് വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സൺലൈറ്റ് ഓരോ മലയിലൊക്കെ തട്ടി ഒരു പ്രത്യേക കളർഫുൾ ആയിട്ടുള്ളൊരു വൈബ്. ഞാൻ എൻ്റെ സ്കോട്ട്ലൻഡ് വീഡിയോസിൽ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് സ്കോട്ട്ലൻഡിൽ എവിടെ വേണമെങ്കിലും ടെൻറ്റ് ചെയ്യാം, വൈൽഡ് ക്യാമ്പിങ് ചെയ്യാം. അതായത് ഇപ്പം ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ടെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലെൻകോയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട് ഐൽ ഓഫ് സ്കൈയിലേക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. നമ്മൾ അറിയാണ്ട് ഫെറി ഉള്ള സ്ഥലത്ത് ചെന്ന് പോയി. അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് വീണ്ടും നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഐൽ ഓഫ് സ്കൈയിൽ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ടെൻറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ആയിരുന്നു. പക്ഷെ ഗ്ലെൻകോയിൽ വെച്ച് നോക്കുമ്പോൾ ഐൽ ഓഫ് സ്കൈയിൽ കുറച്ചും കൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കമ്പിവേലി ഇട്ട് തിരിച്ച പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഗ്ലെൻകോയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കോട്ട്ലൻഡിന്റെ മെയിൻലാൻഡിൽ നമുക്ക് ഒരു ടെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ ടെൻറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഹൈലൻഡും മെയിൻലാൻഡും ഐൽ ഓഫ് സ്കൈയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലത്തിൽ കൂടെ ആട്ടോ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ സ്കോട്ട്ലൻഡ് വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോസിൽ കാണുന്നത് വരെ ബൈ.